ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ദിവസം നമ്മളുണ്ടാക്കിയ ഫ്രൈഡ് ചിക്കൻ ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ നന്നായിട്ട് തന്നെ അത് ആസ്വദിച്ച് കഴിക്കുന്നുമുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കിയിരുന്നെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുളക് പൊടി 2.5 ടീസ്പൂൺ, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ, സോയ സോസ് 2 ടീസ്പൂൺ, ടൊമാറ്റോ സോസ് 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് മാത്രം മതി. ഇനി പുളിയില്ലാത്ത തൈര്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും ചിക്കനിലേക്കുള്ള മസാല നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് പുരട്ടിയെടുത്ത് അത് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മളത് എടുത്ത് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കനിൽ അധികം മസാല പിടിക്കില്ല, ടേസ്റ്റ് കുറവുണ്ടാകും. എത്രയും നേരം നമ്മൾ ചിക്കൻ വെക്കുന്നോ അത്രയും മസാല അതിൽ പിടിക്കുന്നതാണ്. മൈദ, കോൺഫ്ലവർ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് മാത്രം മതി. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കുക്കിംഗ് ഓയിലാണ്. ഇനി ചിക്കൻ നമുക്ക് ആ പൊടിയിലേക്കൊന്ന് മുക്കിയെടുക്കണം. അത് ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതി. എന്നിട്ട് അതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ആ പൊടി ഒന്നുകൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. ഇതിന് ശേഷം നമുക്ക് അത് ഫ്രൈ ചെയ്യാൻ വെക്കാവുന്നതാണ്. നന്നായിട്ട് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലൊന്ന് മുക്കി വെക്കുന്നത്. കാരണം പൊടി മുക്കി കഴിയുമ്പോഴേക്കും ഒരു കോട്ടായിരിക്കും അതിൻ്റെ വെള്ളി പിടിച്ചിട്ടുണ്ടാവുക. നമ്മൾ വെള്ളത്തിൽ മുക്കി വീണ്ടും പൊക്കിയെടുക്കുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ട് ഇതുപോലത്തെ നല്ലൊരു ഫ്രൈഡ് ചിക്കൻ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.